Watch full episodes on Jio Hotstar. നമ്മൾ എങ്ങനെയാ മുത്തച്ഛനെ തേടി കണ്ടുപിടിക്കുക? ആ ഡ്രാഗൺസ് എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് തയ്യാറാക്കിയിരിക്കുക. എൻജോയ്. ഈ ചെല്ലി എന്താ ഇത്രയും നെർവസ് ആയിരിക്കുന്നത്? അവന്റെ നിപ്പ് കാണുമ്പോ തന്നെ അറിയാം എന്താ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അവനല്ലാതെ വേറെ ആർക്കും അത് അറിയാനും പാടില്ല. മുത്തശ്ശൻ എവിടെയാണെങ്കിലും സേഫ് ആയിരിക്കും. ഡോണ്ട് ലൂസ് ഹോപ്പ്. അദ്ദേഹം എവിടെയാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്തണം. ഡ്രാഗൺ സൺസിറ്റിയിലേക്ക് വരാൻ തീർച്ചയായിട്ടും എന്തോ ഒരു കാരണമുണ്ട്. എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തും രുദ്ര. ഡ്രാഗൺസിന് മനുഷ്യന്മാരെ പോലെ നന്നായി സംസാരിക്കാനും പറ്റും. ഡ്രാഗൺസിന് സംസാരിക്കാൻ പറ്റുമെന്നോ? പക്ഷെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഞങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ അവരൊരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. അല്ല, അത് പിന്നെ അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാ? ഞാൻ പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പറയുന്നതല്ലേ. പിന്നെ അത് സത്യമാണോ നുണയാണോ എന്നൊക്കെ നിങ്ങൾ തേടി കണ്ടെത്തണം. ഈ ചില്ലിക്ക് എന്താ പറ്റിയത്? പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടല്ലോ. ആ എനിക്ക് തോന്നുന്നത് അയാൾക്ക് എന്തൊക്കെയോ അറിയാമെന്നാ, പക്ഷെ പറയാതെ ഒളിക്കാണ്. ഈ മനുഷ്യൻ ആരാണ്? നീ ആരെയാണ് ഈ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഇയാളെ പിടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് എന്താണ് ലാഭം? നമ്മുടെ മുട്ടയോടെ കിങ് ഡ്രോജാൻ, ആ മനുഷ്യൻ ഭയങ്കര ശക്തിശാലിയാണ്. ഞങ്ങൾക്ക് ആ എഗ്ഗ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ മനുഷ്യന്റെ നഗരം മാന്ത്രിക നഗരമാണ്. അവിടെ എല്ലാവരും തന്നെ മാജിക് ചെയ്യുന്നുമുണ്ട്. ഇയാളുടെ പേര് ജയ്സിംഗ് ചൗഹാൻ എന്നാണ്. എനിക്ക് തോന്നുന്നത് ഇയാളാണ് അവിടുത്തെ രാജാവെന്നാണ്. കിങ്, ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യരെയും അങ്ങ് കൊന്നുകളഞ്ഞേക്കാമെന്നാ. ഇത്രയും കാലമായിട്ടും നമ്മൾ അവരെ വേദനിപ്പിച്ചിട്ടേയില്ല. പിന്നെ അവര് മാത്രം എന്തിനാ എങ്ങനെ ചെയ്യുന്നേ? നമ്മുടെ രാജ്യത്ത് വന്ന് അവരെ എഗ്ഗ് മോഷ്ടിച്ചിരിക്കുക. ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് നമുക്ക് എല്ലാവരെയും ശിക്ഷിക്കുവാനാവില്ല. അതാദ്യം മനസ്സിലാക്ക്. നമുക്ക് ആവശ്യം നമ്മുടെ ആ മുട്ട മാത്രമാണ്. പക്ഷെ കിങ്, നിങ്ങൾക്ക് ആ മനുഷ്യരെ ശരിക്കും അറിയില്ല. ഇന്നൊരാൾ ഇങ്ങോട്ട് വന്നു, നാളെ എത്ര പേര് ഇങ്ങോട്ട് വരുമെന്ന് ആർക്കറിയാം? ആ കാര്യം നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ധൃതി വെച്ച് ഒരു തീരുമാനവും എടുക്കരുത്. മനസ്സിലായോ? കേൾക്കൂ ജയ്സിംഗ് ചൗഹാൻ, നിങ്ങൾക്ക് മാജിക് അറിയാമല്ലേ? മാജിക് ഉപയോഗിച്ച് നിങ്ങളുടെ ആളുകൾക്ക് ഒരു മെസ്സേജ് അയക്ക്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ മുട്ട മോഷ്ടിച്ചത് ആരാണോ അവനത് തിരിച്ചു കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിങ്ങളുടെ സൺ സിറ്റി മൊത്തം കത്തിച്ച് ഞാൻ ചാമ്പലാക്കും. ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടില്ല. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല. ഓ, അത് ശരി. അപ്പൊ ഇവരൊക്കെ ഇവിടെയാണോ? ഇവിടുന്ന് നൈസായി എസ്കേപ്പ് ആയേ പറ്റൂ. അങ്ങോട്ട് നോക്ക്. ചില്ലി പതുങ്ങി പതുങ്ങി പാലസിൽ നിന്ന് പുറത്തേക്ക് പോവാ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. വരാം, നമുക്ക് ഫോളോ ചെയ്യാം. ഇത് വളരെ വ്യത്യസ്തമായ മരങ്ങളുള്ള കാടാണല്ലോ. ചെല്ലി എന്തിനാ ഇവിടേക്ക് വന്നത്? ഇരുട്ടിനകത്ത് ഈ ചെല്ലി എങ്ങോട്ടാ പോയെന്ന് അറിയുന്നില്ലല്ലോ. മുത്തശ്ശൻ, നിങ്ങളോ? മുത്തശ്ശൻ സേഫ് ആണല്ലോ അല്ലേ? ഇപ്പൊ എവിടെയാ ഉള്ളത്? എനിക്കൊരു കുഴപ്പമില്ല രുദ്ര. എനിക്ക് ഒരുപാട് സമയമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. സൺ സിറ്റി ഇപ്പോൾ വലിയ ആപത്തിലാണ്. ഡ്രാഗൺസ് വലിയ ദേഷ്യത്തിലാണ്. കാരണം അവരുടെ ഒരു മുട്ട ആരോ മോഷ്ടിച്ചിരിക്കുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് ആ മുട്ട തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവർ സൺസിറ്റി മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കും. ആ മുട്ട അന്വേഷിക്കൂ രുദ്ര. അതാരാണ് മോഷ്ടിച്ചതെന്നും കണ്ടുപിടിക്കൂ. നിന്റെ മുന്നിലുള്ള സമയം 24 മണിക്കൂറാണ്. വ്യത്യസ്തമായ മരങ്ങളുള്ള കാടിനകത്ത് പെട്ടെന്ന് കാണാതെ പോയെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയില്ല. ബുക്ക് പ്രൊട്ടക്ടർ, എന്റെ മുന്നിലേക്ക് വാ. ഹലോ സാർ. ദിസ് ഈസ് നോട്ട് ഫെയർ. എപ്പോഴും നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചു വരുത്തുന്നത്? ചില കാര്യങ്ങൾ മിസ് എൻക്വയറിയോട് ചോദിച്ചു മനസ്സിലാക്കായിരുന്നില്ലേ? അവളാണെങ്കിൽ ഏത് നേരത്തും ഉറക്കമാ. പ്രൊട്ടക്ടർ, ഞാൻ നിന്നെ വിളിച്ചത് നീ സ്വയം ഒരു ലൈബ്രറി ആണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിനക്ക് മാത്രമേ അറിയാവൂ.
അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യവും മിസ് എൻക്വയറിയോട് ചോദിക്കാതിരിക്കുന്നത്. വേഗം ഒന്ന് ആലോചിച്ച് കാര്യങ്ങൾ പറ. വ്യത്യസ്തമായ മരങ്ങളുള്ള ആ കാടിനുള്ളിൽ ഏതെങ്കിലും ഒരു ഒളിസങ്കേതമുണ്ടോ? സോറി അലാസർ സാർ, എന്റെ റെക്കോർഡിൽ അത്തരം ഒരു സ്ഥലവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ മിസ് എൻക്വയറിയെ വിളിച്ചുണർത്തിയേ പറ്റൂ. മിസ് എൻക്വയറിയോ? അതാരാണാവോ? മിസ് എൻക്വയറി, മിസ് എൻക്വയറി. അലാസ സർ, നിങ്ങളോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് എല്ലാരും എന്നെ തേടി വന്നിരിക്കുന്നേ. ഡോണ്ട് മൈൻഡ്, 1 minute പ്ലീസ്. ചേടാ, അലാസ സർ, നിങ്ങൾ എപ്പോഴാ വന്നത്? ആർക്കെങ്കിലും കോഫി? എന്താ ചെയ്യുന്നത്? No one. That's okay. ചേടാ, ഇപ്പോഴല്ലേ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കോഫി എടുക്കാൻ പോയത്, അതിനുള്ളിൽ അങ്ങ് മറന്നുപോയോ? ശ്രദ്ധിച്ച് കേൾക്ക്, ഉറങ്ങി പോവരുത്. വ്യത്യസ്തമായ മരങ്ങളുള്ള കാടുകളിൽ രുദ്രയുടെ ഷെഫ് ചില്ലി എവിടെയോ ചെന്ന് പതുങ്ങിയിരിക്കുകയാണ്. നിനക്ക് അവൻ ചെന്ന് പതുങ്ങിയിരിക്കുന്ന ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുമോ? വ്യത്യസ്തമായ മരങ്ങളുള്ള കാടുകളോ? 1 minute പ്ലീസ്. ഹലോ അലസ സർ, ഗുഡ് മോർണിംഗ്. നൈസ് ടു സീ യു. നിങ്ങളെല്ലാരും എന്താ എന്നെ കാണാൻ വന്നത്? അല്ല, ഈ കുട്ടികളൊക്കെ ആരാ? ചേടാ, നിന്റെ ഈ മെമ്മറി ലോസിന് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങരുത്, കേട്ടല്ലോ? ഞാനിപ്പോ പറയുന്ന കാര്യമുണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. വ്യത്യസ്തമായ മരങ്ങളുള്ള കാടുകളിൽ പതുങ്ങിയിരിക്കാൻ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ലെറ്റ്സ് കം ടു ദി ടോപ്പിക്. ചൂട് കോഫി കുടിച്ചാൽ മൈൻഡ് സ്പീഡ് ആയിട്ട് വർക്ക് ആവും, കേട്ടിട്ടില്ലേ? ആ, ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ. മതി മതി മതി, അത്രേ മതി. ആ കേവിനകത്ത് ഞങ്ങൾ എന്നാന്ന് വെച്ചാ കണ്ടുപിടിച്ചോളാം. നിനക്ക് കേവിനകത്ത് പോകാൻ അത്രയും ധൃതിയാണോ? ഞാൻ പറയുന്ന ഫുൾ ആയിട്ട് കേക്ക്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായോ? ആ കേവിനകത്ത് ഒരു നീണ്ട ടണലുണ്ട്. നിങ്ങൾ അതിന്റെ അകത്ത് കൂടി പോകും. പോകുന്നു പറഞ്ഞ എന്താ അർത്ഥം? ഞങ്ങൾ അതിനകത്ത് വീണ് പോകോ? വീഴാൻ പോകുന്നത് നിങ്ങളുടെ ശത്രുക്കളാണ്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ടണലിന്റെ അകത്ത് കാല് കൊത്തുമ്പോ അത് ലിഫ്റ്റ് പോലെ നിങ്ങളെ പാതാളത്തിനകത്തേക്ക് കൊണ്ടുപോകും. പേടിക്കണ്ട, നിങ്ങളുടെ കാലിനടിയിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഒരു ഹിഡൻ ഫോർട്ട് കണ്ടെത്തേണ്ടി വരും. ഹിഡൻ ഫോർട്ടോ? മുത്തശ്ശൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു, സൺസെറ്റിൽ ഒരു ഹിഡൻ ഫോർട്ട് ഉണ്ടെന്ന്. പക്ഷെ അത് എവിടെയുള്ളത് അത് ഇതുവരെ ആർക്കും അറിയില്ല. എന്റെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഒരു വലിയ ഫോർട്ട് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ഭയങ്കര ശത്രു എത്തി. അയാൾ ഫോർട്ട് ഡിസ്ട്രോയ് ചെയ്ത് പാതാളത്തിലേക്ക് അത് കൊണ്ടുപോയി എത്തിച്ചു. നിങ്ങളുടെ കൂട്ടുകാരൻ കാട്ടിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്തായിരിക്കും ഉണ്ടാവാ. പക്ഷെ നിങ്ങൾ അതിന്റെ സുരക്ഷ ഡേഞ്ചറസ് ആയ ബിഗ് ലിസർഡ്സിന്റെ കയ്യിലാണ്. ഓക്കേ, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ. മിസ് എൻക്വയറി, വെയിറ്റ്. ഉറങ്ങുന്നതിന് മുൻപ് എന്റെ താങ്ക്സ് അക്സെപ്റ്റ് ചെയ്തോളൂ. താങ്ക് യു അലാസ സർ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ടേക്ക് കെയർ. നമ്മൾ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് മിസ് എൻക്വയറി പറഞ്ഞത് ഈ കേവിനെ കുറിച്ചായിരിക്കും. വരൂ, അകത്ത് പോയി നോക്കാം. ഈ സ്ഥലം കണ്ടിട്ട് അത്ര പന്തയല്ലെന്നാ തോന്നുന്നേ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോ. എനിക്ക് ഈ സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ.
ഏയ് സേനാപതി ഡ്രാക്സ്, കുറച്ച് ഡ്രാഗൺസിനെ അയക്കൂ. സൺ സിറ്റി മൊത്തം കത്തിച്ച് ചാമ്പലാക്കാൻ പറ. എല്ലാരെയും കൊന്നൊടുക്കാൻ പറയൂ. ഒരുത്തനെ പോലും വിടരുത്. നിൽക്കൂ. ഇപ്പോഴും 24 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതൽ എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. ഡ്രാഗ് ചെല്ല് വേഗം. ശരി കിങ് ട്രോജൻ. സേനാപതി ഡ്രാക്സ്, എന്താ ഇൻഫർമേഷൻ കറക്റ്റ് അല്ലേ? വേഗം ചെല്ലു. ആ സൺ സിറ്റിയെ തകർത്ത് കളഞ്ഞേക്കൂ. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇൻഫർമേഷൻ കറക്റ്റ് ആണല്ലോ? അതെ സേനാപതി ഡ്രാക്സ്, കറക്റ്റ് ഇൻഫർമേഷൻ ആണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.